Hi, hello my dear viewers. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓഡിറ്റിംഗ് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. സോ ഈ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഓഡിറ്റിങ്ങിനുള്ളിൽ ഞാൻ ഒരു കീവേഡ് അസൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മിസ്ഫിറ്റ്സ് GPS എന്ന കീവേഡ്. ഐ റിപ്പീറ്റ്, മിസ്ഫിറ്റ്സ് GPS, MISFITS GPS. ഓക്കെ, സോ മിസ്ഫിറ്റ്സ് GPSൻ്റെ ഓരോ ലെറ്ററിൻ്റെയും എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. M സ്റ്റാൻഡ്സ് ഫോർ മാനേജ്മെൻറ്റ് ഓഡിറ്റ്, I സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റേർണൽ ഓഡിറ്റ്, S stands for statutory audit, F stands for final audit, I stands for interim audit, T stands for tax audit and S stands for social audit. അപ്പോൾ മിസ്ഫിറ്റ്സ് കഴിഞ്ഞു. അടുത്ത GPS-ലെ G stands for government audit, P stands for performance audit and S stands for special audit. സോ നമുക്ക് ഫസ്റ്റ് വൺ ആയ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് മീൻസ് എ പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൻ്റെ ഒരു പീരിയോഡിക്കൽ റിവ്യൂ ആണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ സൗണ്ട് ആൻഡ് ഹെൽത്തി ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഏരിയയിലാണ് ഇത് കവർ ചെയ്യുന്നത്. ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്. ഓക്കെ, സോ ഈ ഒരു മാനേജ്മെൻറ്റ് ഏരിയയിൽ വരുന്ന ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിംഗ് ആണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ്. സോ നെക്സ്റ്റ് ലെറ്റർ ഈസ് I, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ്. Internal audit is the review of operations and records within a business. ഒരു ബിസിനസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഉള്ളിലെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് റിവ്യൂ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് ഈ ഓർഗനൈസേഷനുള്ളിലെ സ്റ്റാഫാണ്. ഓക്കെ, ഓർഗനൈസേഷനകത്ത് വരുന്നൊരു ഇൻറ്റേർണൽ ഓഡിറ്ററാണ് ഇത് നടത്തുന്നത്. സോ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ എന്താണോ ചെയ്യുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും ഈ ഇൻറ്റേർണൽ ഓഡിറ്ററും ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് S, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. A statutory audit is a legally required audit. ഇത് ലീഗലി റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ആണ്. അതായത് കോർട്ട് പറയുന്ന പ്രകാരം ചെയ്യുന്ന ഓഡിറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ദി ഫൈനാൻഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, സോ ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് F, ദാറ്റ് ഈസ് ഫൈനൽ ഓഡിറ്റ്. സോ പേര് പോലെ തന്നെയാണ് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. അതായത് ഒരു ട്രേഡിംഗ് പീരീഡ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ, ഇയർ എൻഡിൽ, ദാറ്റ് ഈസ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്തു, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം വരുന്ന ഓഡിറ്റിംഗ് ആണ് ഫൈനൽ ഓഡിറ്റിംഗ്. So next one is I, that is interim audit. An audit in between two annual audit is called interim audit. That is രണ്ട് ആനുവൽ ഓഡിറ്റിങ്ങിൻ്റെ ഇടയിൽ വരുന്ന ഓഡിറ്റാണ് എന്ന് പറയുന്നത് ഇൻറ്ററിം ഓഡിറ്റ്. സോ മോസ്റ്റ്ലി ഇത് 6 മാസം കൂടുമ്പോൾ വരുന്ന ഓഡിറ്റിനാണ് നമ്മൾ ഇൻറ്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് T ആണ്, ടാക്സ് ഓഡിറ്റ്. ഓഡിറ്റ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഫോർ സാറ്റിസ്ഫൈ ഇൻകം ടാക്സ് അതോറിറ്റീസ് കോൾഡ് ടാക്സ് ഓഡിറ്റ്. ഇൻകം ടാക്സ് അതോറിറ്റീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 44 AB ഓഫ് ഇൻകം ടാക്സ് ആക്ടിനുള്ളിൽ പറയുന്നുണ്ട് ഏതൊക്കെ വ്യക്തികളാണ് കമ്പൾസറി ആയിട്ടും ഓഡിറ്റിംഗ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് ടാക്സ് ഓഡിറ്റ്. നെക്സ്റ്റ് വരുന്നത് മിസ്ഫിറ്റ്സ് എന്ന വേർഡിനുള്ളിൽ വരുന്ന ലാസ്റ്റ് ലെറ്റർ, ദാറ്റ് ഈസ് S, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സോഷ്യൽ ഓഡിറ്റ്. Social audit refers to the evaluation and examination of company's performance against planned goals in the area of social responsibility. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ പ്ലാൻസ് എടുത്തിട്ടുണ്ട്, അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. സോ മിസ്ഫിറ്റ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് വരുന്നത് GPS ആണ്. GPS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ G, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഗവൺമെൻറ് ഓഡിറ്റ്. പബ്ലിക് എൻറ്റിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസിൽ നടത്തുന്ന ഓഡിറ്റിംഗ് ആണ് ഗവൺമെൻറ് ഓഡിറ്റിംഗ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ഓഡിറ്ററാണ്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് പ്രൊഫഷണൽ എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ഇൻ എ ഗവൺമെൻറ് കമ്പനി. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓഫീസസ്, ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ്. നെക്സ്റ്റ് വൺ P, വിച്ച് ഈസ് പെർഫോമൻസ് ഓഡിറ്റ്. Performance audit is the examination and evaluation of plans, policies, performance of management from the point of view of effectiveness and efficiency to find out they are result oriented. അതായത് മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള പ്ലാൻസ് അല്ലെങ്കിൽ പോളിസീസ് അതിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി എത്രമാത്രമാണ്, അത് എത്രത്തോളം അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഡിറ്റിനാണ് നമ്മൾ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത് പറയാൻ പോകുന്നത് സ്പെഷ്യൽ ഓഡിറ്റ്. GPSൻ്റെ ലാസ്റ്റ് ലെറ്ററായ S, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ സ്പെഷ്യൽ ഓഡിറ്റ്. ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് വിച്ച് ഈസ് കണ്ടക്റ്റഡ് ഇൻ സം സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി. അതായത് സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും സ്പെഷ്യൽ കേസസിൽ എന്തെങ്കിലും എൻക്വയറി എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഡിറ്ററിനെ അസൈൻ ചെയ്യുന്നു ഒരു ഓഡിറ്റിംഗ് നടത്താനായിട്ട്. അത്തരത്തിലുള്ള ഓഡിറ്റിംഗാണ് നമ്മൾ സ്പെഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ടൈപ്സ് ഓഫ് ഓഡിറ്റാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു കീവേഡ് അസൈൻ ചെയ്തു. മിസ്ഫിറ്റ്സ് GPS എന്നായിരുന്ന കീവേഡ്. അതിൽ M സ്റ്റാൻഡ്സ് ഫോർ മാനേജ്മെൻറ്റ് ഓഡിറ്റ്, I സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റേർണൽ ഓഡിറ്റ്, S സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, F സ്റ്റാൻഡ്സ് ഫോർ ഫൈനൽ ഓഡിറ്റ്, I ഫോർ ഇൻറ്ററിം ഓഡിറ്റ്, T ഫോർ ടാക്സ് ഓഡിറ്റ് ആൻഡ് അഗെയിൻ S ഫോർ സോഷ്യൽ ഓഡിറ്റ്. പിന്നെ വന്നത് GPS എന്നൊരു വേർഡാണ്. അല്ല G ഫോർ ഗവൺമെൻറ് ഓഡിറ്റ്,
P for performance audit, and finally S for special audit. So ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ please like, comment and share. Also make sure that you are a subscriber of my channel and press the bell icon to get notified. Thank you.